ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന വീരുവിനെയും ജയനെയും ഠാക്കൂർ ബൽദേവ് സിംഗ് എന്ന പോലീസുകാരൻ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. ആ ദൗത്യം ഇതായിരുന്നു: തൻ്റെ 2 കൈകളും വെട്ടിക്കളയുകയും കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരെ കൊന്നും കളഞ്ഞ ഗബ്ബർ സിംഗ് എന്ന കൊള്ളക്കാരനെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കണമെന്ന്. ഈ കാര്യം കേട്ട പാടെ തന്നെ ജയ് ഒരു നാണയം എടുത്തിട്ട് ഇങ്ങനെ പറയുന്നു: ഈ നാണയം ഇട്ടു നോക്കാം, ഇത് ഹെഡാണ് എങ്കിൽ നമുക്ക് ആ കൊള്ളക്കാരനെ പിടിച്ചു കൊടുക്കാം, ടെയിലാണ് എങ്കിൽ വേണ്ട എന്ന്. അങ്ങനെ നാണയമിടുന്നു, ഹെഡാണ് വരുന്നത്. അവർ അങ്ങനെ ഗബ്ബർ സിംഗിനെ പിടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് എന്ത് തീരുമാനം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിരുന്നാലും ജയ് നാണയമെടുത്ത് ഇട്ട് നോക്കും. അപ്പോൾ ഹെഡാണ് വരികയാണെങ്കിൽ ജയ് പറയുന്നത് പോലെ ചെയ്യണം, ടെയിലാണ് വരുന്നതെങ്കിൽ വീരു പറയുന്നത് പോലെ ചെയ്യും. പക്ഷേ നാണയം ഇടുമ്പോഴെല്ലാം ഹെഡാണ് വരുന്നത്. ജയ് ആണ് എപ്പോഴും തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ഗബ്ബർ സിംഗിനെ നേരിടുന്ന സിറ്റുവേഷൻ എത്തുകയാണ്. ഗബ്ബർ സിംഗിനെ ആരാദ്യം നേരിടും എന്ന തീരുമാനമെടുക്കാൻ വേണ്ടി ജയ് വീണ്ടും കോയിൻ ഇടുന്നു. ഹെഡ് തന്നെയാണ് വരുന്നത്. ജയ് ഗബ്ബർ സിംഗിനെ നേരിടുകയും ജയ് ഗബ്ബർ സിംഗിൻ്റെ വെടിയേറ്റ് മരിക്കുകയും ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന സമയത്ത് ജയ്യുടെ ആ കോയിൻ എടുത്ത് വീരു നോക്കുമ്പോഴാണ് വീരുവിന് ആ കാര്യം മനസ്സിലാകുന്നത്. ആ കോയിൻ്റെ 2 സൈഡും ഹെഡ് മാത്രമായിരുന്നു. അതായത് ആ കോയിൻ ഉപയോഗിച്ച് ജയ് എപ്പോഴും വീരുവിന് വേണ്ടി ശരിയായ തീരുമാനം മാത്രമാണ് എടുത്തുകൊണ്ടിരുന്നത്. അവസാന നിമിഷം തൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി കോയിൻ ഉപയോഗിച്ച് അവൻ തൻ്റെ ജീവനും കളഞ്ഞു.